നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ അനുവദിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്പിരിച്വൽ എൻറ്റിറ്റിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സ് നമ്മളെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയിലേക്ക് നയിക്കേണ്ടതാണ്. അതിനാണ് എഡ്യൂക്കേഷൻ. എഡ്യൂസ്, ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുന്ന മൾട്ടിപ്പിൾ തലത്തിലുള്ള ആഗ്രഹങ്ങൾ ജനിപ്പിക്കുന്ന സാധ്യതകൾ അതിനാണ് നമ്മൾ സീഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു സമയം നമുക്ക് പഠിക്കണം തോന്നും, അതേ സമയത്ത് കളിക്കണം തോന്നും, അതേ സമയം ടി വി കാണണം തോന്നും. സംസാരിക്കുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കും, പക്ഷേ ഉള്ളിൽ വെറുപ്പാണ്. തിരിച്ചും ഉണ്ടാവാം. നമ്മൾ നമ്മുടെ രാജ്യത്തിൽ പ്രവർത്തിക്കുന്നു, പക്ഷേ വേറെ ഏതൊരു രാജ്യത്ത് പോയി പണിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ജോലിയേക്കാൾ നല്ല വേറെ ജോലിയാണെന്ന് ചിന്തിച്ച് പണിയെടുക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഈ തരത്തിലുള്ള ക്ലാഷസ് നടക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് ഈ ക്ലാഷസ് നമ്മൾ കാണുന്നത് കുട്ടിയുടെ പ്രവൃത്തിയിലൂടെയാണ്. കുട്ടിക്ക് കൺട്രോളില്ല. ഒരു കാര്യത്തിലും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ബലൂൺ കിട്ടിയാൽ പറയും കാറ് വേണമെന്ന്, കാറ് കിട്ടിയാൽ വേറെ എന്തെങ്കിലും വേണം. ഒരു കുട്ടി എന്തെങ്കിലും ഉപയോഗിക്കണം, അത് അവന് വേണം. വാശി പിടിക്കുക, ബഹളം വയ്ക്കുക, കൺട്രോളില്ല. ടോയ്ലറ്റിൽ പോകാൻ ഉള്ള ആ ട്രെയിനിങ് ആയിട്ടില്ല. റെസ്പെക്റ്റ് ചെയ്യാൻ അറിയില്ല. ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കും, കരയാൻ തോന്നുമ്പോൾ കരയും. ഒരു നാച്ചുറൽ ബിഹേവിയർ ആണെങ്കിലും അതിലൊരു ഏകീകൃതമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഇല്ല. അപ്പോൾ എഡ്യൂക്കേഷനിലൂടെ ശരിക്കും ഉള്ളിലുള്ള ആ പേഴ്സണാലിറ്റീസിനെ കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് പുറത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കാൻ. അപ്പോൾ കോൺസെൻട്രേഷൻ എന്നുള്ള ആക്ടിവിറ്റി ശരിക്കും പുറത്തേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ മാത്സ് പഠിക്കും, മാത്സിൽ ശ്രദ്ധിക്കൂ. പാട്ട് പഠിക്കുമ്പോൾ പാട്ടിൽ ശ്രദ്ധിക്കൂ. കളിക്കുമ്പോൾ കളിയിൽ ശ്രദ്ധിക്കൂ. അപ്പോൾ ഈ ശ്രദ്ധ എന്നുള്ള ആ സ്വഭാവം വളർത്താനായിട്ടാണ് ശരിക്കും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മളത് പലപ്പോഴും മറന്നു പോകുന്നു. മാർക്ക് കിട്ടാനല്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണ ശ്രദ്ധയോടുകൂടി മനസ്സിനെ ഒരു കോൺസെൻട്രേഷനിലേക്ക്, ധാരണ എന്ന് യോഗയിൽ പറയും. അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ലൈനിൽ നിൽക്കും,
കുറച്ച് നേരം നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. പ്രിൻസിപ്പൾ പറയുന്നത് കേൾക്കൂ, തോട്ട് ഫോർ കേൾക്കൂ, കുറച്ച് നേരം അതിൽ ശ്രദ്ധ അർപ്പിക്കും. വീട്ടിൽ പേരൻസ് പറയുന്നത് ശ്രദ്ധിക്കുക, അവരെ സഹായിക്കുക, അതിലും ശ്രദ്ധ വേണം, കോൺസെൻട്രേഷൻ. അപ്പോൾ ക്രമേണ മനസ്സൊരു കോൺസെൻട്രേറ്റഡ് അവസ്ഥയിലേക്ക് വരുമ്പോൾ എല്ലാ സമയത്തും ഒരു പേഴ്സണാലിറ്റി ഉപയോഗിക്കാനുള്ള കഴിവ് വരും. അപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ആക്ടിവിറ്റി പുറത്താണെങ്കിലും ശരിക്കും അതിൻ്റെ ഫോക്കസ് ഉള്ളിലുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ ഈ കോൺസെൻട്രേഷൻ അത്രയും ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ചെറിയ ആക്ടിവിറ്റിയിലും കൂടിയും മനസ്സിനെ പൂർണ്ണ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു. അർജുനൻ ദ്രൗപദിയെ വിവാഹം കഴിക്കാനായിട്ട് ഒരു മത്സ്യത്തിൻ്റെ കണ്ണിലേക്ക് അസ്ത്രം അയച്ച ലിജൻഡ് ഉണ്ട്. താഴെ ഉള്ള ഒരു വെള്ളത്തിൻ്റെ പൂളിൽ നോക്കിയിട്ട് മുകളിലുള്ള മത്സ്യത്തിലേക്ക് അസ്ത്രം അയക്കുക. അത് കോൺസെൻട്രേഷൻ. ആ ആക്ടിവിറ്റിയിൽ വേറെ എല്ലാ ശ്രദ്ധയും മാറ്റി നിർത്തിയിട്ട് ശ്രദ്ധിക്കുക. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് എഡ്യൂക്കേഷനുണ്ട്. അപ്പോൾ സ്പെഷ്യലൈസേഷൻ വരുമ്പോഴേക്കും കോൺസെൻട്രേഷനുള്ള കഴിവ് വന്നിട്ടാണ്. അപ്പോൾ കോൺസെൻട്രേഷനുള്ള ഒരു വ്യക്തി ഹൃദയത്തിൽ കണ്ടൻറ്റഡ് ആണ്, എങ്കിൽ മാത്രമേ കോൺസെൻട്രേഷൻ വരുള്ളൂ. കുട്ടിയുടെ പോലെ അത് വേണം ഇത് വേണം എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. ആക്ടിവിറ്റി ചെയ്യും, മെക്കാനിക്കലായിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, പക്ഷെ അതിൽ ശ്രദ്ധയുണ്ടാവില്ല. പാട്ടുകാർ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പാടാൻ പറ്റും, പക്ഷേ ഉള്ളിൽ കണക്ട് ചെയ്ത് പാടുന്നത് വ്യത്യാസമുണ്ട്. നമ്മൾ ത്യാഗരാജൻ്റെ ഉദാഹരണം പറഞ്ഞു, ഉള്ളിൽ നിന്ന് സംഗീതം വരും. അപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യുന്തോറും മറ്റുള്ള കഴിവുകളെല്ലാം കോൺസെൻട്രേഷനിലെത്തി. അത് കൂടാണ്ട് എൻ്റെ ഉള്ളിലുള്ള മനുഷ്യത്വവുമായിട്ട് അത് കണക്ട് ചെയ്തു, മനുഷ്യത്വത്തിന് ദിവ്യത്വവുമായി കണക്ട് ചെയ്തു. കൂടുതൽ പെർഫെക്ഷൻ വരണം, അതാണ് കോൺസെൻട്രേഷൻ്റെ പ്രത്യേകത. അപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ടോട്ടാലിറ്റിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർജൻ, ന്യൂറോ സർജൻ ആയിക്കോട്ടെ, കാർഡിയോ തൊറാസിക് സർജൻ ആയിക്കോട്ടെ, ഓഫ്താൽമോളജിസ്റ്റ് ആയിക്കോട്ടെ, ആ ഭാഗമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നതെങ്കിൽ ആ മനുഷ്യനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന കഴിവിലേക്ക് എത്തിയിട്ടുണ്ടാവും. എങ്കിൽ മാത്രമേ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റൂ. ഇതുപോലെയാണ് എഞ്ചിനീയറിംഗ് ഫീൽഡിലും, ഇതുപോലെയാണ് മറ്റുള്ള ഫീൽഡുകളിലും. അപ്പോൾ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും സ്വഭാവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപാട് പഠിച്ചു, പക്ഷേ കണക്ഷൻ നഷ്ടപ്പെട്ടു. കോൺസെൻട്രേഷനിൽ ഉള്ളിലുള്ള വ്യക്തിത്വത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോഴും പഴയ പേഴ്സണാലിറ്റീസ് ചാടിക്കൊണ്ടിരിക്കുകയാണ്, സംതൃപ്തിപ്പെടാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈസ ഉണ്ടാക്കണം എന്ന് ഒരാൾ പറയുന്നു, കൂടുതൽ വലിയ ജോലി കിട്ടണം, പവർ കിട്ടണമെന്ന് വേറൊരു പേഴ്സണാലിറ്റി പറയുന്നു. അപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യുന്തോറും ഒരു സ്ഥലത്ത് ഇരിക്കാത്ത ഒരു സ്ഥിതി വരുന്നു. പല സ്ഥലത്തും പോയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും, കൂടുതൽ പൈസ ഉണ്ടാക്കുക. അപ്പോൾ ഡിപ്പെൻഡൻസ് പുറത്തേക്കാവുന്നു, ഉള്ളിലേക്കുള്ള ഡിപ്പെൻഡൻസ് മാറിയിട്ട്. അങ്ങനെയല്ല ശരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടുതൽ അറിവ് നേടുന്നതോറും കൂടുതൽ സെൽഫ് ഡിപ്പെൻഡൻസ് വന്നിട്ടുണ്ടാവണം. പുറമേ ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്നും ആണ് ചെയ്യേണ്ടത് എന്നുള്ള ബോധം വരികയാണ്. അപ്പോൾ ഒരു സ്ഥലത്തിരിക്കാനുള്ള കഴിവ് വരും. നല്ലോണം അറിവുള്ള ഒരാൾക്ക് ഒരു സ്ഥലത്ത് സ്റ്റില്ലായിട്ടിരിക്കാൻ പറ്റും, നിറകുടം തുളുമ്പില്ല എന്ന് പറയും. അപ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റില്ലായിട്ടിരിക്കാൻ പറ്റാത്ത ഒരാൾ, എപ്പോഴും ആഗ്രഹങ്ങളുടെ പുറകെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ കോൺസെൻട്രേഷൻ അല്ല, പ്രവൃത്തി ചെയ്യുന്നില്ല. അതൊരു മെക്കാനിക്കൽ ആക്ടിവിറ്റിയാണ്, അത്രയേ ഉള്ളൂ. ശരീരം അതിന് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞു. ഒരു കാർ ഓടിക്കാൻ പഠിച്ച ഒരാൾക്ക് കാറോ അറിയാതെ ഓടും, അറിയില്ല ആക്സിലേറ്റർ എവിടെയാണെന്ന് അറിയില്ല, ബ്രേക്ക് എവിടെയെന്ന് അറിയേണ്ട ആവശ്യമില്ല, അത് നാച്ചുറലായിട്ട് പോകുന്നു. പക്ഷേ ആ ആക്ടിവിറ്റിയിൽ തൻ്റെ ഹൃദയം നിറയണം. കൂടെയുള്ള യാത്രക്കാരെ പറ്റി ശ്രദ്ധിക്കുക, മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി ശ്രദ്ധിക്കുക, ചുറ്റുവട്ടത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ മനുഷ്യത്വം ദിവ്യത്വം കൂടി വരണം. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥിയായിട്ട് തൻ്റെ റോൾ പ്ലേ ചെയ്തിട്ട് കാണിക്കുന്നു. എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് സാരഥിയാവുന്നത്. എന്നാലോചിച്ചു, അത്ര പൂർണ്ണ ജ്ഞാനം വേണം ഒരു സാരഥിയാവണമെങ്കിൽ. നമ്മൾ ചെറിയൊരു പ്രവൃത്തിയാണെന്ന് വിചാരിക്കും, പക്ഷെ അതാണ് ഏറ്റവും വലിയ പ്രവൃത്തി. ഒരാളെ ഗൈഡ് ചെയ്യുക എങ്കിൽ, ഞാൻ ആക്റ്റീവ് അല്ലാതെ, ഞാൻ പ്രവർത്തിക്കാതെ പ്രവൃത്തികളിലെല്ലാം മനസ്സിലാക്കുന്നു, എവിടെയാണ് വേണ്ട വെച്ചാൽ അത് ചെയ്യാൻ സാധിക്കുന്നു. അർജുനനെ ഉപദേശിക്കാൻ സാധിക്കും. ഭഗവാൻ അറിയാത്ത കാര്യമില്ല, എവിടെയാണ് വേണ്ട വെച്ചാൽ അത് ഉപയോഗിക്കുന്നു. അവിടെ തത്വശാസ്ത്രമാണ് ഉപദേശിക്കുന്നത്, വലിയ ഫിലോസഫീസ്. നേരെ മറിച്ച് യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധത്തിൽ അദ്ദേഹത്തിന് കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു, കാരണം അദ്ദേഹം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് എത്തി. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ പർപ്പസ് ഈ യൂണിഫൈഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഹയർ ഡയമെൻഷനിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ, എങ്കിൽ മാത്രമേ ഒരു സ്പിരിച്വൽ മെസ്സേജ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ
എഡ്യൂക്കേഷൻ വരുമ്പോൾ എന്തിനാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് ചിന്തിക്കും. ഞാൻ ഒരു സ്ഥലത്ത് വായിക്കേണ്ട ഒരു വളരെ സീനിയറായിട്ടുള്ള ഒരു ഡോക്ടർ നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഒരു ബുക്ക് കൊടുത്തപ്പോൾ അത് ചവറ്റുകുട്ടയിലേക്ക് വെച്ചിരുന്നത്. വളരെ പ്രഗത്ഭനായിട്ടുള്ള സൂപ്പർ സ്പെഷ്യലിസ്റ്റാണ്. ഇതിന് ചവറ്റുകുട്ടയിലാണ് സ്ഥാനം. ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ അത് കാണിക്കുന്ന എന്താണ്? ഡിസ്റെസ്പെക്റ്റ്. ഏറ്റവും പ്രാഥമികമായിട്ട് ഉണ്ടാവേണ്ട ക്വാളിറ്റി വന്നു ചേരണം ആദ്യം തന്നെ. എല്ലാവരെയും ബഹുമാനിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, കൂടുതൽ കൂടുതൽ കമ്പാഷനേറ്റ് ആവുക. ഈ ക്വാളിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് നമ്മുടെ എഡ്യൂക്കേഷൻ ശരിയായിട്ട് ഡയറക്ഷനല്ല. അപ്പോൾ നമുക്ക് സ്പിരിച്വൽ എൻറ്റിറ്റിയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അടുത്ത സെഷൻ വരെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.